നമ്മൾ തയ്യാറാക്കുന്നത്. ഇത്രയും വലുപ്പത്തിൽ നമ്മൾ ഉരുളകളാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ റൊട്ടിക്കൊക്കെ മാവ് കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഓരോ ഉരുളകളാക്കുന്ന മാതിരി ഒന്ന് ആക്കിയെടുത്ത ശേഷം നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുവാണ്. അതിനുശേഷം ഈ പനീറിൻ്റെ മിക്സ് വെച്ച ശേഷം നമ്മൾ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുന്നു. ഒത്തിരി സോഫ്റ്റായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കരുത്, അപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടത്തില്ല, അല്ലെ ഒത്തിരി ഡ്രൈ ആയി പോവും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്.